എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും പ്രചോദനമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അനാമികയാണെങ്കിൽ വലിയ ആളും കളിച്ചിട്ട് നയനെ നവ്യനെയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. പക്ഷേ ഈ മൂർത്തി മുത്തശ്ശൻ അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. കാരണം നവ്യനെ എടി പോടി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോ തന്നെ മുത്തശ്ശൻ പറഞ്ഞു, അതെ ഇവിടെ കൂടെ നിർത്തിക്കണം, പ്രായത്തിന് മൂത്തവരെ ബഹുമാനിച്ചു വേണം എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം പിന്നെ അനാമയുടെ വായിക്കാൻ നാക്കില്ലായിരുന്നു. പിന്നീട് നവ്യ ആ സത്യങ്ങളൊക്കെ പറയണം. മുത്തശ്ശ പാല് കാച്ചു വെച്ചെന്നുള്ള ശരി തന്നെയാ, പക്ഷേ എങ്കില് പാല് കാച്ചു വെച്ച നയനയാണെങ്കിലും അവിടെ ചെന്ന് നോക്കി പിന്നെ കണ്ടില്ല, വേറെ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നാ കൊടുത്തേന്നൊക്കെ പറയാ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശന് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ ആ പാല് കാച്ചു വെച്ചിട്ട് പോയതിനു ശേഷം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അനാമികയും രേവതിയും പരസ്പരം നോക്കി. നവ്യ അത് ശ്രദ്ധിച്ചു. മുത്തശ്ശിയോടും ശരിയാ, ഇത്രയും കാലമായി ഇതുവരെ നയനമോളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പൊ പാല് കുടിച്ചോണ്ടാ ദേവേനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും ഉത്തരവാദി നയനമോളായിരിക്കില്ല. എല്ലാവർക്കും കൂടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന നയനമോളാണ്. കാരണം വന്നപ്പോ തൊട്ട് അങ്ങനെയാണ്. നവ്യ പറഞ്ഞു, അത് ശരിയാ, എനിക്കാണെങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരം പാല് കാച്ചിക്കൊണ്ട് തരുന്ന നവ്യാണ്, നയനയാണ്. അത് മാത്രല്ല ഇന്നാണെങ്കിലും അതെ. അപ്പൊ രണ്ടാമതും പാല് കാച്ചിക്കൊണ്ട് തന്നു, എന്നിട്ട് എനിക്കൊരു കുഴപ്പം പറ്റില്ലല്ലോ എന്ന് പറയാ. അപ്പൊ അതിനർത്ഥം എന്താ മുത്തശ്ശ, ആ പാലവിടെ കാച്ചി വെച്ചിട്ട് പോയപ്പം അതിനകത്ത് എന്തോ ആരോ കൊണ്ടാ കലക്കുന്നല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും മുത്തശ്ശനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനത്തെ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ലോ. പെട്ടെന്ന് അനാമി പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അനിയത്തി ചേടത്തിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. ആ പാലിനകത്ത് എന്തേലും കലക്കി വെച്ചതായിരിക്കും. ചേടത്തിയുടെ വയറ്റിൽ കുഞ്ഞുള്ളപ്പോ അത് കളയാൻ വേണ്ടിട്ടായിരുന്നു പറയണേ. ഇത് കേട്ടത് മുത്തശ്ശിങ്ങ ദേഷ്യം വന്നു. അനാമികെ നീ അനാവശ്യം പറയരുത് കേട്ടോ, അറിയാത്ത കാര്യത്തെക്കുറിച്ചൊന്നും പറയരുത്. നയനമോളായിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന പെൺകുട്ടിയല്ല. നിങ്ങൾക്ക് അങ്ങനെ പല സംശയങ്ങളും കാണും, പക്ഷെ ഒരിക്കലും നയനമോൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയണ. അല്ല രേവതി പറഞ്ഞു, അല്ല പിന്നെ പിന്നെ വേറെ ആരാ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളേ? വേറെ ആരും ഇല്ലെന്നാണ് വിചാരം. എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് ഞാനൊന്ന് ശരിക്കും ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. ആരാ എന്താ ഏതാന്നൊക്കെ ഒന്ന് അറിയട്ടെ. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് നിസ്സാര കാര്യമായിട്ട് ഞാൻ തള്ളിക്കളയാനും പോകുന്നില്ലെന്ന് പറയണം. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, അതെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, ആദർശനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം. പിന്നീട് മുത്തശ്ശൻ ആദർശന്റെ ഫോണിലേക്ക് വിളിക്കുക. വിളിച്ചിട്ട് ആദർശനോട് കാര്യങ്ങൾ ചോദിക്കുക. പിന്നെ ആദർശ് പറഞ്ഞു, ഇതുവരെയായിട്ടും പറയാറൊന്നും ആയിട്ടില്ല, എന്തോ മാരകമായിട്ടുള്ള വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു പറയണ. ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു, അല്ലടാ ഇതെങ്ങനെ സംഭവിച്ചു? അതറിയത്തില്ല മുത്തശ്ശ, ഇതിപ്പം അമ്മ ഇനിയിപ്പം ഉണർന്നു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്താ സംഭവിച്ചെന്നൊക്കെയെന്ന് പറയണം. കുഴപ്പമൊന്നുമില്ല മുത്തശ്ശൻ, വിഷമിക്കാനൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാന്ന് പറയണം. അങ്ങനെ പറയല്ലേ ആദർശന് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി മുത്തശ്ശിക്ക് ആകെപ്പാടെ ടെൻഷൻ. ഈ സമയം ജലജ അങ്ങോട്ട് ഇറങ്ങി വന്നു. ജലജ വന്നപ്പോ മുത്തശ്ശി പറഞ്ഞു, അല്ല ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അതല്ലേ അമ്മ രാവിലെ ഞാൻ വന്ന് പറഞ്ഞേന്ന് ചോദിക്കുക. അല്ല എന്തോ ഒരു വിഷം ഉള്ളി ചെന്നാങ്ങാണ്ടുള്ള പറയണേ, അപ്പൊ അതിനെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ലേന്ന് ചോദിക്കും. അത് ഞാനെങ്ങനെ അറിയാനാ? ഇനിയിപ്പൊ അങ്ങനെ എന്തേലും ഉണ്ടായ പോലും അത് മിക്കവാറും ചേട്ടത്തിയുടെ ഗർഭം കളയാനായിട്ട് മിക്കവാറും അനിയത്ത് ചെയ്ത പരിപാടിയായിരിക്കും എന്ന് പറയാം. മുത്തശ്ശി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ നയനമോളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന കള്ളം കപ്പലിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നേ. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സാധാരണ ചെയ്യുന്ന നീ ആണല്ലോ എന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളൊക്കെയുള്ള നിനക്കും അഭിക്കുമെന്ന് പറയണം. പെട്ടെന്ന് ജലജ പറഞ്ഞു, ദേച്ചാ മനസ്സാ വാച കർമ്മണ അറിയത്തില്ലാത്തൊരു കാര്യമാണ് ഇത്, വെറുതെ എന്നെ തെറ്റിദ്ധരിക്കാൻ വരണ്ടെന്ന് പറയണം. ഞാനും എന്റെ മോനൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. ചെയ്തിട്ടില്ല പോലും, ഇതിനു മുമ്പ് പല പ്രവർത്തികളും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ ഒന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയാനായിട്ട് നീയൊക്കെ ചെയ്താണെന്നും അറിയത്തില്ല. ഇനി അത് ആ പാല് പോയി ദേവേനെ എടുത്ത് കുടിച്ചതാണോന്നും. ഇത് കടൻ ജലജ പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ മോനിപ്പം ശബരിമലയ്ക്ക് പോയിട്ട് മാല ഇട്ടിരിക്കുക, ആ സമയത്ത് ഇങ്ങനെ ദൈവദോഷമൊന്നും പറയല്ലമ്മേ എന്ന് പറയണം. കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു, അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ലെന്ന് വിശ്വസിക്കാം, പക്ഷെ അവനെ ആയതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാനും പറ്റില്ല. അവൻ അതല്ല അതിനേക്കാളും വലിയ തന്ത്രങ്ങൾ പറ്റുന്നവനാന്ന് പറയണം. ഇത് കേട്ടോ ജലജ പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ലല്ലോ ഇവിടെയുള്ള, വേറെ പലരും ഇല്ലെന്ന് ചോദിക്കുക. രേവതിനെ അനാമേനേക്ക് ഉദ്ദേശാണ്ടാണ് പറഞ്ഞേ. പെട്ടെന്ന് രേവതി പറഞ്ഞു, ഓ പുറത്തുനിന്നുള്ള ഇപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളേ, അപ്പൊ അതുകൊണ്ടായിരിക്കും ചേച്ചി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലേന്ന് ചോദിക്കണം. ഞാൻ നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ലെന്ന് പറയണം. അനാമി പറഞ്ഞു, മനസ്സിലായി അപ്പച്ചിന്ന് പറയാണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ. കാരണം ജലജയ്ക്ക് എങ്ങനെയും പിടിച്ചു വെക്കണം. ജലജ
അല്ലെങ്കിൽ ഇപ്പൊ അബി അല്ല അത് ചെയ്തതെന്നൊന്ന് വരുത്തി തീർക്കുകയും ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രപ്പയറ്റാ. കാരണം അവരല്ല ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നയനയുടെ മേർക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. നയന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത രണ്ടുപേര് പിന്നെയുള്ളത് അവിടെ രേവതി അനാമികയാന്ന് നന്നായിട്ട് അറിയാം ബാക്കി എല്ലാവർക്കും. അപ്പൊ അതിനെക്കുറിച്ച് അവരെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം മറ്റുള്ളവരെ. അത് മാത്രമാണ് മനസ്സിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? ഇനിയിപ്പോ രേവതിയും അനാമികയും കൂടി ചേർന്ന് ഇതൊക്കെ ചെയ്തെന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആയിരിക്കും ആദ്യം ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ജലജയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ ആദർശനാണ് വല്ലാത്ത ടെൻഷനായിരുന്നു. ഇതുവരെയായിട്ടും ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരു നേഴ്സ് വന്നിട്ട് അതെ പേഷ്യന്റ് ബോധം തെളിഞ്ഞെന്ന് പറയാണ്. ഇതിനേക്കാളും വലിയൊരു സന്തോഷം ആദർശം എനിക്കൊന്നും ഇല്ലായിരുന്നു. കാരണം ഇപ്പൊ ഈ പെട്ടെന്ന് തന്നെ ആദർശം ചെയ്യാനും അകത്തേക്ക് കാണാനായിട്ട് കയറിച്ചില്ല. അപ്പൊ ദേവേനിക്ക് പതുക്കെ ബോധം വീണു കഴിഞ്ഞാലും ശരിക്കും ഒന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഡോക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇപ്പൊ എന്തായാലും അപകടനിലയൊക്കെ തരണം ചെയ്ത് വരുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഒന്ന് രണ്ടാഴ്ച ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കേണ്ടി വരും. കാരണം ദേഹത്തു നിന്നുള്ള വിഷാംശം മൊത്തം പോയാൽ മാത്രമേ ഇനി പേഷ്യന്റിനെ ഏറ്റു നടക്കാൻ പോലും പറ്റുള്ളൂ എന്ന് പറയണം. അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് പറയാം. ഇത് കേട്ടത് ആദർശം പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല ഡോക്ടറെ, എന്ത് വെള്ളം ചെയ്തോളാൻ പറയണം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശനോട് ജയം പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീയും നയനുമ്പോളും കൂടെ പോയി അത്യാവശ്യം ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വാ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ നോക്കിക്കോളാന്ന് പറയണം. അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ സാരമില്ല പോയിട്ട് വന്നോളെ, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഇവിടെ ഞാനല്ലേ ഉള്ളേ, ഇപ്പൊ ദേവേനിക്ക് കുഴപ്പമില്ല, പോരാത്തിന് ഹോസ്പിറ്റലും കൂടെ അല്ലേന്ന് പറയണം. പിന്നീട് നയന എന്ത് ചെയ്യണം, നയന പോയി പതുക്കെ ഒന്ന് നോക്കി ദേവേനെ. നയനയ്ക്കൊരു ടെൻഷൻ ഉണ്ട്, ഇനിയിപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും വരുമോ എന്ന് ഓർത്തിട്ട് നയന പിന്നെ കൂടുതലൊന്നും സംസാരിക്കാനൊന്നും പോയില്ല. പിന്നീട് തിരിച്ചിറങ്ങി പോരുക. അങ്ങനെ നയനെ ആദർശം കൂടെ വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ടാണ് രേവതി അനാമി ഇരിക്കുന്നത്. എന്തായി തീരും എങ്ങനെയായി തീരും നടത്തില്ല. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ആദർശം കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും തങ്ങളുടെ കള്ളത്തരമൊക്കെ പൊളിച്ചെടുക്കുക, ആ ഒരു ടെൻഷൻ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ പേടിച്ചിരിക്കുന്ന സമയത്താണ് ആദർശൻ നയനയും കൂടെ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ രേവതി അങ്ങോട്ട് കയറി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം ഇങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി ഫൈറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. രേവതി ഒന്നും അറിയത്തില്ലാത്ത കൊണ്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ദേവേച്ചിക്കെന്ന് ചോദിക്കണം. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും അപകടനിലയൊക്കെ തരണം ചെയ്യുന്ന പറഞ്ഞു. എന്നാലും നയന ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലെന്ന് പറയാം. എന്ത് പ്രവൃത്തി? അല്ല ആ പാലിനകത്ത് വിഷം കളി കൊടുത്തേ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അനാമികയുടെ അമ്മയൊന്നും നോക്കത്തില്ല. നിങ്ങൾ കണ്ടോ നയന പാലിനകത്ത് വിഷം കളി കൊടുത്ത് നിങ്ങൾ കണ്ടോന്ന് ചോദിക്കാം. അല്ല പിന്നെ നയന നവ്യയ്ക്ക് വേണ്ടിയിട്ട് കലക്കി വെച്ചിരുന്ന പാലല്ലേ, അത് കുടിച്ചിട്ടല്ലേ ഇത് എന്നും പറഞ്ഞോണ്ട് അതിനകത്ത് നയന വിഷം കളിക്കുന്നതാണോ നിങ്ങൾ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനൊന്നും പോകണ്ട. ഇതിനു മുമ്പ് ഇവിടെ പായസം കുടിച്ചായിരുന്നു. പായസം കുടിച്ചിട്ട് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നോട്ട് വിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് കുറ്റപ്പെടുത്താൻ വരണ്ട. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് എല്ലാത്തിനും ഞാൻ ഉറപ്പായിട്ട് ഞാൻ കോടതി കയറ്റുമെന്ന് പറയണം. ഇതിനെക്കുറിച്ച് നല്ലൊരു അന്വേഷണം തന്നെ ഞാൻ നടത്തുന്നുണ്ടെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോഴത്തേനും രേവതിക്ക് അനാമയ്ക്കും വല്ലാത്തൊരു ടെൻഷനായി. പെട്ടെന്ന് രേവതി ചോദിച്ചു, അല്ല ആദർശം എന്തിനാ എന്നോട് ഇതൊക്കെ പറയണേ? അല്ല പറയാതെ പിന്നെ നിങ്ങൾ എന്തിനാ നയനെ കുറ്റപ്പെടുത്താനായിട്ട് വരുന്നേ? നയനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ അർഹതയുള്ളേ, എന്താ യോഗ്യതയുള്ളതെന്ന് ചോദിക്കാം. നയന എൻ്റെ ഭാര്യ, ഇത്രയും കാലം ഈ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവളാണ്. ഇന്ന് വരെ അവൾക്ക് ഇങ്ങനെ ഒരു കൈമോശമൊന്നും വന്നിട്ടില്ല. ഇനി അവൾ ഒരിക്കലും ചെയ്യാനും പോകുന്നില്ല. പക്ഷേങ്കിൽ വേറെ ആരെങ്കിലും ഇത് ചെയ്തെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടത്തില്ല. ഉറപ്പായിട്ടും അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം. ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് അനാമയ്ക്കും വല്ലാത്ത ടെൻഷനായിപ്പോയി. പിന്നീട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും മുത്തശ്ശനും വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആദർശ കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടലട മോനെ, നമുക്ക് എന്താ ഇങ്ങനെയെന്നൊക്കെ അന്വേഷിക്കണം. ആദ്യം ദേവനെ ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ, ഭാഗ്യത്തിന് ദൈവം അനുഗ്രഹിച്ച് ഒന്നും സംഭവിച്ചൊന്നുമില്ലല്ലോ. ഇതേട്ട മുത്തശ്ശന് ശരിയാ, എത്രമാത്രം നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തിയെന്നറിയാവോ, ഒരു കുഴപ്പവും കൂടാതെ. കാരണം അത്യാവശ്യം ദേവേനിക്ക് ഒരു വിളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ വേറൊരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഏതാണെന്നും അറിയത്തില്ലായിരുന്നു പറയാ. ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു, അതായിരുന്നു ഞങ്ങൾക്കും പേടി. കാരണം ഡോക്ടർ വന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു അന്താളിപ്പൊക്കെ ആയിരുന്നു മുത്തശ്ശി എന്ന് പറയണം. അതെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നാ എന്ന് പറയണം. എന്നാൽ ശരി മോൻ പോയി എന്ന് കുളിച്ച് വേഷമൊക്കെ മാറി ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കാൻ പറയണം. ഈ സമയം നയന നവ്യനെ വിളിച്ച് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. പുറത്തേക്ക് പോയിട്ട് പറഞ്ഞു, അതെ എനിക്ക് ചേച്ചിയോടായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയാം. എന്താ നയനെന്ന് ചോദിക്കുകയാണ്. കാരണം ഇവിടെ അല്ലെങ്കിൽ തന്നെ നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ അറിയാലോ ആരൊക്കെയാന്ന്. ഈ പറയുന്ന എൻ്റെ അമ്മായിമ്മയും ആ അനാമികയുടെ അമ്മയും അനാമികയും കൂടെ
നീ എന്തോ പാലിനകത്ത് കലക്കി കൊടുത്തെന്ന് പറഞ്ഞോണ്ട് നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നയന പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട്. അല്ല, ചേച്ചിക്ക് ഞാൻ രണ്ടാമത് പാല് കാച്ചിക്കൊണ്ട് തരുവല്ലേ ചെയ്തേ. ആദ്യം ഞാനവിടെ പാല് തിളപ്പിച്ച് വെച്ചിട്ട് ഞാനും കൂടെ പോരുകയും ചെയ്തു തണുക്കാനായിട്ട്. അതിന്റെ ഇടയ്ക്ക് അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ ആരോ എന്തോ ഒന്ന് കൊണ്ടേ കലക്കിയിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നവ്യ പറഞ്ഞു, എനിക്ക് സംശയം ആ രേവതീനെ ആ അനാമികനെ എന്ന് പറയണം. അവരിതെല്ലാം ഇതിലപ്പുറം ചെയ്യും. മുമ്പ് പായസം കാണിച്ച് കണ്ടല്ലേ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാഴ്ചയാണ് പായസത്തിനകത്തേക്ക് കൊണ്ട് കലക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്താണെന്ന് പോലും എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും നയന പറഞ്ഞു, അങ്ങനെ ആ വഴിയുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ എല്ലാവരും അങ്ങനെയല്ലോ പറയണെന്ന് പറയാ. അല്ല, നവ്യേച്ചി വിശ്വസിക്കുന്നുണ്ടോ ഞാൻ നവ്യേച്ചിനെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്? പായസത്തിനകത്ത് അങ്ങനെ എന്തെങ്കിലും കലക്കുന്നു? ഒരിക്കലും ഇല്ല. എനിക്കറിയാൻ മേലെ നിന്നെ. പക്ഷേങ്കിൽ നമ്മളെ രണ്ടുപേരും ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് അവളുമാര് ചെയ്യുന്ന പരിപാടിയാന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, ശരിയേച്ചി, എന്താണെങ്കിലും ഇതങ്ങനെ വെറുതെ വിടല്ല. കാരണം ഇന്ന് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നാളെ ചിലപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാനും പറ്റില്ല എന്ന് പറയണം. അതിനുശേഷം ഡ്രസ്സൊക്കെ എടുത്തോണ്ട് കുറെ സമയം കൂടെ കഴിഞ്ഞിട്ടാണ് നയനെ ആദർശം കൂടെ പോവാണ്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നവ്യയും കൂടെ അങ്ങോട്ട് വന്നു. പെട്ടെന്ന് അനാമിക പറഞ്ഞു, ഉള്ളി മാരകമായ വിഷം ചെന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ദേ ഇവിടെ എനിക്കൊന്നും ഒരു സേഫ്റ്റി ഇല്ല മുത്തശ്ശാന്ന് പറയണം. അതെന്താ അനാമിക അങ്ങനെ പറഞ്ഞു? രേവതി പറഞ്ഞു, അല്ല പിന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇന്നിപ്പോ ഇങ്ങനെ സംഭവിച്ചു, നാളെ മിക്കവാറും എന്റെ മോളെ പോലും ഇല്ലാതാക്കാനായിട്ട് ഇവിടെ ഉള്ളവരും മടിക്കുമായിരുന്നു എനിക്ക് തോന്നേ. ഇതിനു മുമ്പ് പായസത്തിനകത്ത് വിഷം കലർക്കി, പായസത്തിനകത്ത് വിഷമല്ല, പായസത്തിനകത്ത് ലൂസ് മോഷൻ ഉണ്ടാകാനായിട്ടുള്ള എന്തോ ഒരു മരുന്നൊക്കെ കലക്കി തന്നു. അത് കുടിച്ചിട്ട് ഈ പറയുന്ന ഞാനൊക്കെ ഇവിടെ കിടന്ന് എന്തുമാത്രം നെട്ടോട്ട് ഓടിയെന്നറിയാവോ. ഇപ്പോഴാണ്ട് കിടക്കുന്നു. ദേവേനേച്ചിനെ വീഴ്ത്തി. ഇനിയിപ്പോൾ അടുത്ത് എൻ്റെ മോളായിരിക്കും. ദേ എനിക്കിവിടെ എങ്ങനെ മനസ്സമാധാനത്തിന് എൻ്റെ മോളെ വിട്ടിട്ട് പോകാൻ പറ്റുമെന്ന് പറയണം. ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ദേ രേവതി ഇനിയിപ്പം അനിയുടെ സമ്മതം നോക്കണ്ട. അനിയോടൊന്നും ജസ്റ്റ് ചോദിച്ചിട്ട് മോളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് അങ്ങോട്ട് പോയിക്കോളാൻ പറയാം. ഇവിടെ ആരും നിർബന്ധിച്ചാലും നിർത്തുന്നില്ല. നിങ്ങളൊക്കെ വന്നതിന് ശേഷം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ, ഇതിനു മുമ്പ് എടുത്ത ഫുഡിന്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് പറയാം. ഇതിൽ പല അപമാനം രേവതിക്ക് അനാമിക്കും ഉണ്ടായിരുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ രേവതിക്ക് അനാമിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. ഒരു പക്ഷെ ഇനി ഇതിന്റെ അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ, തങ്ങളുടെ മേലെ തലേ കുറ്റം വന്നിട്ടുണ്ടെങ്കിൽ തങ്ങൾ മിക്കവാറും ജയിലിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. പോരാത്താൻ അനന്തപുരിക്കാറ് അവർക്കാണ് നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ള. തങ്ങളുടെ കള്ളത്തരം പുറത്തായിട്ടുണ്ടെങ്കിൽ എങ്ങനെ തങ്ങൾ ഉറപ്പായിട്ടും ജയിലിലേക്ക് പോകുന്നറിയാം. അപ്പൊ അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടുന്ന ബുദ്ധി, തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്ന ബുദ്ധിന്ന് തോന്നുകയും ചെയ്തു. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, അല്ല ഇനി എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളാൻ പറയണം. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അല്ല മൂർത്തി സാറേ, അത് ഞാൻ പിന്നെ പെട്ടെന്ന് അനാമ പറഞ്ഞു, ഓഹോ അപ്പൊ ഞങ്ങൾ ഇവിടെ അധികപ്പറ്റില്ലേ, എന്നാ ശരി ഒരു നിമിഷം പോലും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, ബാ അമ്മയെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചിട്ട് അനാമയെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, ഇതേ മോളെ അവിടെ നിൽക്കുക, പറയുന്നൊന്ന് കേൾക്ക്. ഇല്ല മുത്തശ്ശി, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോണം. മുത്തശ്ശൻ പറഞ്ഞു, പോകുന്നവരൊക്കെ പോട്ടെ, എവിടം വരെ പോവാനാ, തിരിച്ചു വരാനുള്ളവരുടെ വരും. പക്ഷേങ്കിൽ ഒരു തെറ്റ് ചെയ്യാത്തവരുടെ പേരിൽ കുറ്റം വഴി ചാരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ദേ ഇവരുടെയൊക്കെ ഇങ്ങനത്തെയുള്ള പറച്ചിലിന് ദേ എൻ്റെ പണ്ടത്തെ സ്വഭാവം വെച്ചാണെങ്കിൽ ഞാൻ എന്താ പറയുന്നത് പറയാൻ പോലും പറ്റില്ല. ഇപ്പം ഞാൻ പക്ഷെ സഹിച്ച് ക്ഷമിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് പറയണം. നവ്യക്ക് ഇതെല്ലാം കണ്ടുകഴിഞ്ഞ് ഭയങ്കര സന്തോഷമായി. കാരണം മുത്തശ്ശൻ അടിച്ചിറക്കിയതിന് തുല്യമാണോ പറഞ്ഞത്. ഇങ്ങനെ മുത്തശ്ശൻ ഒരിക്കലും പറയുന്ന അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. അങ്ങനെ അനാമികയും രേവതിയും കൂടെ വീട്ടിൽ നിന്ന് അനന്തപുരിയിൽ നിന്ന് പടിയിറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.